ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മൾ ഇന്ന് ഒരു വീഡിയോ കൊണ്ടുവന്നേക്കുന്നത് ഒത്തിരി സ്പെഷ്യൽ ആട്ടോ. നിങ്ങൾ സ്റ്റുഡൻസിന് വേണ്ടിയുള്ളതാണ്. ഞാൻ 2 to 3 വീക്സ് മുന്നേ ഞാൻ മണിപ്പാൽ പോസ്റ്റിങ്ങിന് പോയപ്പം 2 വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിന് ശേഷം എനിക്ക് ഒത്തിരിയൊന്നും അല്ലെങ്കിലും ഒരു 3-4 പിള്ളേർ മെസ്സേജ് അയച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ചേച്ചി ഹോസ്റ്റലൊന്ന് കാണിച്ചു തരുമോ, ഹോസ്റ്റൽ ടൂർ ഒന്ന് ചെയ്യുമോ എന്നൊക്കെ. അൺഫോർച്ചുനേറ്റ്ലി ഞാൻ തിരിച്ച് വന്നു കഴിഞ്ഞിട്ടാണ് ആ വീഡിയോസ് പോസ്റ്റ് ചെയ്യുന്നതും നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് ഞാൻ തിരിച്ചറിയുന്നതും. സോ നിങ്ങളിങ്ങനെ ചോദിച്ച സ്ഥിതിക്ക് എനിക്ക് മനസ്സിലാവും, ഞാനിവിടെ മണിപ്പാലിലോട്ട് അഡ്മിഷൻ എടുത്തപ്പം ഞാനും യൂട്യൂബിൽ സ്ഥിരമായിട്ട് സെർച്ച് ചെയ്തുകൊണ്ടൊരു സംഭവമാണ് മണിപ്പാൽ ഹോസ്റ്റൽ. പക്ഷേ കുറവ് വീഡിയോസേ നമുക്കത് അവൈലബിൾ ആയിട്ടുള്ളൂ. അപ്പോൾ എനിക്ക് നിങ്ങളുടെ ക്യൂരിയോസിറ്റി മനസ്സിലാവും. അതുകൊണ്ട് തന്നെ ഞാനും എൻ്റെ ഫ്രണ്ടും സ്റ്റേ ചെയ്തപ്പോൾ ഒരു ചുമ്മാ ഫാമിലിക്ക് മാത്രം അയച്ചു കൊടുക്കാൻ വേണ്ടി ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. അതും പിന്നെ എൻ്റെ ഒരു ജൂനിയർ കുട്ടി, അവൾക്കാണ് ഫുൾ ക്രെഡിറ്റ്സ്. അവളാണ് കുറേ കഷ്ടപ്പെട്ടിട്ടുണ്ടായ വീഡിയോ എടുക്കാനും എനിക്ക് സെൻഡ് ചെയ്തൊക്കെ തന്നത്. അപ്പോൾ അവൾ കുറച്ച് വീഡിയോസ് കുറച്ച് വേറെ ഹോസ്റ്റൽസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കമ്പൈൻ ചെയ്തുള്ള ഒരു വീഡിയോ ആട്ടോ ഇത്. ഐ ഹോപ്പ് കുറച്ചൊക്കെ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവുമെന്ന്. സോ യാ, നമുക്ക് വീഡിയോ കാണാം കേട്ടോ. ഞാൻ ഫസ്റ്റ് നിങ്ങളെ കാണിക്കുന്നത് ഇന്ദിര ഹോസ്റ്റലാണ് കേട്ടോ. ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായ ഡബിൾ അറ്റാച്ച് വിത്ത് ബാത്ത് ആയിരുന്നു. ഇത് കയറി എൻട്രൻസിൽ തന്നെ നമുക്കൊരു വാഷിംഗ് ഏരിയ, സിങ്കൊക്കെ ഉള്ളതുണ്ട്. അത് കഴിഞ്ഞ് നമുക്കൊരു ബാത്റൂം ഉണ്ട്. അവിടെ തന്നെയാണ് വാഷ്റൂം. അത് അറ്റാച്ച്ഡ് ആണ്, രണ്ടും ഉള്ളതാണ്. ഒരു ഇച്ചിരി സ്പേസ് കുറവാണ്, ബട്ട് ഓക്കെ, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ അത്യാവശ്യം ഉണ്ട്. കയറി വന്നിട്ട് അപ്പുറത്ത് ഇപ്പുറത്ത് 2 ബെഡ്, സ്റ്റഡി ടേബിൾ 2 പേർക്കുണ്ട്. അതുകൂടാതെ ഒരു കുഞ്ഞു വിൻഡോ ആണ്, നമുക്ക് വേണമെങ്കിൽ ഇത് തുറന്നിടാം. നമ്മുടെ ഇൻട്രസ്റ്റിനാണ് അവരുടെ നെറ്റ് വെച്ചിട്ട് ക്ലോസ് ചെയ്തേക്കുന്നത്. പിന്നെ 2 കബോർഡ്. ഇത്രയാണ് ഈ ഒരു റൂമിനകത്ത് നമുക്ക് വരുന്നത്. സെക്കൻഡ് നമ്മൾ കാണാൻ പോകുന്നത് ശാരദ ഹോസ്റ്റലാണ് കേട്ടോ. ഇത് സിംഗിൾ ബെഡ്റൂം വിത്ത് ബാൽക്കണി ആട്ടോ. പക്ഷേ ഇതിൻ്റെ വാഷ്റൂം വരുന്നത് കോമൺ ആണ്. ഈ ഫ്ലോറിനകത്തുള്ള എല്ലാ റൂംസിനും കോമൺ ആയിട്ടുള്ള വാഷ്റൂമാണെന്നാണ് ഞാൻ അറിഞ്ഞത്. അപ്പോൾ ഇതിൻ്റെ എൻട്രൻസിൽ തന്നെ ഒരു വലിയ മിറർ ഉണ്ട്, അത്യാവശ്യം ഒരു സ്റ്റഡി ടേബിളൊക്കെ ഉണ്ട്, ഒരു ബെഡ്. പിന്നെ നമ്മൾ ഈ മുന്നോട്ട് പോകുന്ന ഫുൾ ഏരിയയും ബാൽക്കണിക്കുള്ള കേട്ടോ. അവിടെ അത്യാവശ്യം നമുക്ക് തുണിയൊക്കെ ഡ്രൈ ചെയ്യാനുള്ളതും പിന്നെ നമ്മുടെ ഫുട്വെയർ അങ്ങനെയൊക്കെ ആ ഒരു രീതിയിലാണ്. അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ളൊരു അക്കോമഡേഷനാണ് കേട്ടോ ഈ സിംഗിൾ ബാൽക്കണി വരുന്നത്. ഇത് കൂടാതെ ഈ ശാരദ ഹോസ്റ്റലിൽ തന്നെയുള്ള സിംഗിൾ അക്കോമഡേഷനും ഉണ്ട് കേട്ടോ. അതിൽ ബാൽക്കണി ഇൻക്ലൂഡഡ് അല്ല. വാഷ്റൂം അഗൈൻ കോമൺ ആണ്. അപ്പോൾ വാഷ്റൂം ഞാൻ ലാസ്റ്റിൽ നിങ്ങളെ കാണിക്കാം. അപ്പോൾ ഇതാണ് ഈ ഒരു സെറ്റപ്പ് വരുന്നത്. നെക്സ്റ്റ് നമ്മുടെ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ വിത്തൗട്ട് ബാൽക്കണി സിംഗിൾ. ഇനി നെക്സ്റ്റ് ഉള്ളത് അതേ ഹോസ്റ്റലിൽ സിംഗിൾ അക്കോമഡേഷൻ വിത്തൗട്ട് ബാൽക്കണിയാണ് കേട്ടോ. ഇത് രണ്ടിൻ്റെയും ബാത്റൂം ഓൾമോസ്റ്റ് സെയിം ആണ്, കാരണം കോമൺ ഷെയറിങ് ആയിരിക്കും. ഞാനിത് കഴിഞ്ഞിട്ട് നെക്സ്റ്റിൽ കാണിക്കാം. ഇതാട്ടോ അപ്പോൾ നമ്മുടെ കോമൺ ഷെയറിങ് വാഷ്റൂം. ഇതിൽ നമ്മൾ ബാത്റൂം വേറെയും ടോയ്ലറ്റ് വേറെയും തന്നെയായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ വീഡിയോ ആട്ടോ എനിക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റിയത്. എനിക്ക് തോന്നുന്നു കുറച്ചിലൊക്കെ ഐഡിയ നിങ്ങൾക്ക് ഉണ്ടായി കാണും. പൊതുവേ ഫസ്റ്റ് ഇയേഴ്സ് ആയിട്ട് വരുന്നവർക്ക് ഞാൻ ഫസ്റ്റ് കാണിച്ച ഇന്ദിര ഹോസ്റ്റലായിരിക്കും കേട്ടോ കിട്ടുന്നത്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.